ഇവിടെ നമ്മൾ ജൂപ്പിറ്റർ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് സീബോൺ എന്ന് പറയുന്ന ലൈബ്രറിനെ കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്യണം. അതായത് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് ഇതിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് സീബോൺ എസ് എസ് എൻ എസ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ crash_df എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡാറ്റ സെറ്റ് ഇവിടെ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സീബോൺ എന്ന് പറയുന്ന ലൈബ്രറിയിൽ ഒരുപാട് ഡാറ്റ സെറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഡാറ്റ സെറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്, ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചാൽ സീബോൺ എന്ന് പറയുന്ന ലൈബ്രറിയിൽ തന്നെ ഒരുപാട് ഡാറ്റ സെറ്റ് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാം print of sns.get_dataset_names of. അപ്പോൾ SNS എന്ന് ഉദ്ദേശിച്ചത് സീബോൺ ആണ്. സീബോൺ .get_dataset_names of ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തെന്ന് വെച്ചാൽ സീബോണിലുള്ള ഒരുപാട് ഡാറ്റ സെറ്റ് നമുക്ക് ഇവിടെ കാണാം. ബ്രെയിൻ നെറ്റ്വർക്ക്സ്, കാർ ക്രാഷസ്, അങ്ങനെ പറയുന്ന ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരുപാട് ഡാറ്റ ഫ്രെയിംസ്, അതായത് ഒരു ഡാറ്റ സെറ്റുകൾ കാണാം. അതിൽ നിന്ന് റാൻഡം ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് കാർ ക്രാഷസ് ആണ്. അത് നേരെ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അല്ലെങ്കിൽ നേരെ ടൈപ്പ് ചെയ്താലും മതി. പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് കറക്റ്റ് ആയിരിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിരിക്കരുത്. അപ്പോൾ ഞാനത് നേരെ കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് sns.load_dataset of car crashes എന്ന് കൊടുക്കുന്നു. അപ്പോൾ സീബോണിന് ഇവിടെ ഏലിയസ് എന്താ കൊടുത്തിട്ടുള്ളത്? SNS ആണ്. അപ്പോൾ നമുക്ക് സീബോൺ എന്ന് ടൈപ്പ് ചെയ്യേണ്ട, sns.load_dataset of ആ ഡാറ്റ സെറ്റിന് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ആ വാരിയബിൾ വീണ്ടും റൺ ചെയ്യിക്കുന്നു. അതായത് ഇവിടെ ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു, crash_df എന്ന് പറയുമ്പോൾ എനിക്കത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ കാർ ക്രാഷസ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റിൽ ഒരുപാട് കോളംസ് വരുന്നുണ്ട് അല്ലെ. ടോട്ടൽ, സ്പീഡിങ്, ആൽക്കഹോൾ പറയുന്ന എക്സെട്ര ആയിട്ട് ഒരു കോളംസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും എനിക്കൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കിട്ടണം. പക്ഷെ ചൂസ് ചെയ്യുന്ന കോളംസ് കറക്റ്റ് ആയിരിക്കണം. അതിൽ നിന്ന്, അതായത് എനിക്ക് പിന്നെ പ്രൊഡിക്ഷൻ ലെവലിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അവിടെ അത് കറക്റ്റ് ആയിരിക്കണം. ഐ മീൻ ഈ നമ്മൾ ചെയ്യുന്ന വിഷ്വലൈസേഷൻ ആ ഒരു പ്രൊഡിക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ആണ്. sns.distplot ആ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു. എന്നിട്ട് അതിന് ഒരു കോളം ചൂസ് ചെയ്യുന്നു. ഇവിടെ ചൂസ് ചെയ്യുന്ന കോളം എന്തെന്ന് വെച്ചാൽ നോട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ആ നോട്ട് ഡിസ്ട്രാക്റ്റഡ് എന്ന് പറയുന്ന കോളം എടുക്കുന്നു, KDE ട്രൂ കൊടുക്കുന്നു, പിൻസ് 10 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ KDE എന്ന് പറഞ്ഞാൽ കെർണൽ ഡെൻസിറ്റി എസ്റ്റിമേറ്റർ എന്ന രീതിയിൽ, അതായത് നമ്മൾ ആ ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഇത് കിടക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നതെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റിപ്ലോട്ട് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ആ കോഡ് sns.distplot ആ ഡാറ്റ ഫ്രെയിമിന്റെ പേര്, അതിലുള്ള കോളം അത് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റിനുള്ളിൽ നോട്ട് ഡിസ്ട്രാക്റ്റഡ് എന്ന രീതിയിൽ കൊടുക്കുന്നു. എന്നിട്ട് ബിൻസ് 10 ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബിൻസ് 20 കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വരുന്ന മാറ്റം നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഈ ഫയൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. സോ റൺ ഔട്ട് സെൽസ് എന്ന് വീണ്ടും കൊടുക്കുന്നു. സോ നമുക്കിവിടെ കാണാം. ഓക്കെ, സോ KDE ട്രൂ, ബിൻസ് 20 ആകുന്ന സമയത്ത് ഇതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. സോ നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ 10 ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വാല്യൂ എന്ന് പറയാം. സോ വെയിറ്റ്. ഓക്കെ, അതിനനുസരിച്ച് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് KDE എന്ന് പറയുന്നത്. ഈ ലൈൻ കാണുന്നതാണ് KDE. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം നോർമൽ കർവ് ബേസ്ഡ് എന്ന രീതിയിൽ പറയാം. നോർമൽ കർവ് പോലെ ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് എന്ന രീതിയിൽ പറയാം ഏകദേശം. സോ 10 to 15 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പീക്ക് ലെവലിൽ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു വിഷ്വലൈസേഷൻ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തെടുക്കണം. എന്താണ് അതിൽ എന്ത് മനസ്സിലാക്കാം, അത് നമ്മൾ കമ്മിങ് സെക്ഷനിൽ നമുക്ക് അത് ആവശ്യമായിട്ട് വരുമോ, അത് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ഇനി ജോയിന്റ് പ്ലോട്ട് എന്ന് പറയുന്നത്, ജോയിന്റ് പ്ലോട്ടിൽ
നമ്മൾ എടുക്കുന്നത് ഈ ഹിസ്റ്റോഗ്രാമും സ്കാറ്റർ പ്ലോട്ടും കൂടി ജോയിൻ ചെയ്തതാണ് ഇവിടെ ജോയിൻ പ്ലോട്ട് ഉദ്ദേശിക്കുന്നത്. സോ SNS ഡോട്ട് ജോയിൻ പ്ലോട്ട് ഓഫ് എക്സ് ആക്സിസ് മെൻഷൻ ചെയ്യണം. അതുപോലെ വൈ ആക്സിസ് എന്താണുള്ളത് കൊടുക്കണം. അതുപോലെ ഡാറ്റ എന്താണോ ആ ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു. കൈൻഡ് എന്താണ്, റിഗ്രഷൻ ആണ്, അതും സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജോയിൻ പ്ലോട്ടിൽ ഞാൻ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് ഫീഡിങ്ങും വൈ ആക്സിസിൽ ഏതാണ് കോളം കൊടുത്തത്, ആൽക്കഹോൾ ആണ്. അതായത് ഈ രണ്ട് വേരിയബിൾസും അല്ലെങ്കിൽ ഈ രണ്ട് കോളംസ് എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു. കൈൻഡ് റിഗ്രഷൻ ആണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റിഗ്രഷൻ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ റിഗ്രഷൻ ലൈനിന്റെ ചുറ്റോറായിട്ട് പെയിൽ കളറിൽ ഒരു മങ്ങിയ നിറത്തിൽ ഒരു നീല കളർ കാണാം. ഇത് ഈ സെക്ഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടി അത് സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നാരോ ആയിട്ടാണ്. അതായത് ഈ ഒരു നാരോ ആയിട്ട് കിടക്കുമ്പോൾ അത്രയും പോയിന്റ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് ഇത് മുകളിലോട്ട് പോകും തോറും ഇവിടെ കാണുന്ന സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അതായത് ആ ഡിപ്പെൻഡൻസി അവിടെ കുറഞ്ഞു വരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്പീഡിംഗ് ലെവലും ആൽക്കഹോളിന്റെ ലെവലും ഇത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് മാറ്റം വരുന്നതെന്ന്. അപ്പോൾ ആൽക്കഹോളിന്റെ ലെവൽ ഇത് കൂടുമ്പോഴും സ്പീഡിംഗ് ഇവിടെ കൂടുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഇതിലേക്ക് പോകുമ്പോൾ ആൽക്കഹോളിന്റെ ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് വല്ലാണ്ട് അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത് സ്പീഡിംഗ് കുറയുന്നുണ്ട്. സ്പീഡിംഗ് എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, മനസ്സിലാക്കാവുന്നതാണ്, കുറച്ച് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തി പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത്, അതായത് അദ്ദേഹത്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും എക്സ്ട്രാ ഒരു കാര്യം നമുക്ക് ലേൺ ചെയ്ത് എടുക്കണം എന്നർത്ഥം. സോ ആൽക്കഹോൾ ആൻഡ് സ്പീഡിങ് വെച്ചിട്ട് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. പിന്നീട് KD പ്ലോട്ടാണ്. KD പ്ലോട്ട് പറഞ്ഞാൽ കെർണൽ ഡെൻസിറ്റി എസ്റ്റിമേറ്റർ വെച്ച് ആ ഒരു ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്ലോട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിനെടുക്കുന്ന കോളം എന്ന് പറയുന്നത് ഏതാണ്, crash_df ഓഫ് ആൽക്കഹോൾ ആണ് എടുത്തിട്ടുള്ളത്. ആൽക്കഹോൾ പറയുന്ന ആ ഒരു കോളത്തിന്റെ പേര് കൊടുക്കുന്നു. അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തത്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇവിടെ ആൽക്കഹോളിൽ നമ്മളിത് പ്ലോട്ട് ചെയ്യുമ്പോൾ 4 to 6 റേഞ്ചിലാണ് ഇവിടെ പീക്ക് ലെവലിൽ കാണുന്നത്. ഐ മീൻ ഒരു 4 something എന്ന രീതിയിൽ 4നും 5നും ഇടയിലാണ് ഈ ഡെൻസിറ്റി ഇത്രയും ഇത് കൂടുതൽ ഡെൻസിറ്റി ലെവൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നീട് ഞാൻ പെയർ പ്ലോട്ടിൽ കാണിക്കുകയാണ്. സോ പെയർ പ്ലോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിം ഏതാണ്, ടിപ്സ് ആണ്. അപ്പം ഞാൻ താഴെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു get_dataset_namesൽ ഡാറ്റ സെറ്റിന്റെ പേര് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഡാറ്റ സെറ്റിൽ ഞാൻ എടുക്കുന്ന റാൻഡം ആയിട്ട് എടുക്കുന്നത് ഏതാണ്, ഇവിടെ ടിപ്സ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റ് ആണ്. സോ ആ ടിപ്സ് വെച്ചിട്ടാണ് ഇനി അടുത്ത സെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടിപ്സിൽ tips_df എന്ന് പറയുന്ന ഡാറ്റ ഫ്രെയിം ലോഡ് ചെയ്തു. എന്നിട്ട് പെയർ പ്ലോട്ടിൽ tips_df കൊടുക്കുന്നു. വ്യൂ പറയുന്ന അതായത് ജെൻഡർ ബേസ്ഡ് ആയിട്ടാണ് ഞാനിവിടെ കാറ്റഗറി അതായത് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ പാലറ്റ് എന്ന് പറയുന്നത് ബ്ലൂസ് എന്ന് പറയുന്നതും കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഈ ബ്ലൂ കളറിലായതുകൊണ്ടാണ് ഇതിവിടെ കാണുന്നത്. ദെൻ ഹ്യൂ സെക്സ് ആയതുകൊണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ അനുസരിച്ച് ആ ഒരു കാറ്റഗറി ബേസ്ഡ് ആയിട്ട് ഇവിടെ കാണാം. ഈ പെയിൽ ബ്ലൂ കളറിൽ കാണുന്നത് മെയിലും കുറച്ച് ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നത് ഫീമെയിലും ആണ് വരുന്നത്. അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്നാണ് സീബോണിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ആട്രിബ്യൂട്ട്സേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആട്രിബ്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാർക്കേഴ്സ്, ഡയഗ്രാം കൈൻഡ്, പ്ലോട്ട് KWS എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു സ്കാറ്റർ പ്ലോട്ടിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ആ ഇതിന്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അത് 70 ആണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നർത്ഥം. ആട്രിബ്യൂട്ട്സ് കുറച്ചും കൂടി അധികം കൊടുക്കാം. പിന്നെ വരുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് tips_df എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഡാറ്റ ഫ്രെയിം കിടക്കുന്നത്, ഏതൊക്കെ കോളംസ് ആണുള്ളതെന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് കാണിച്ചതാണ്. പിന്നെ വരുന്നതാണ് കാറ്റഗറിക്കൽ പ്ലോട്ട്സ്. അപ്പോൾ കാറ്റ് പ്ലോട്ട്സിൽ വരുന്ന കുറച്ച് സെക്ഷൻ ആണ് ബാർ പ്ലോട്ട് എന്ന് പറയുന്നത്. ബാർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാർ ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എക്സ് ആക്സിസിൽ എന്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സെക്സ് ആണ്. അതുപോലെ വൈ ആക്സിസിൽ ടോട്ടൽ ബില്ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സെക്സ് ആയതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ അനുസരിച്ച് നമുക്കിവിടെ
ഇത് പ്ലോട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മെയിലാണ് ഇവിടെ കൂടുതൽ. ടോട്ടൽ ബില്ല് അധികം വരുന്നത് എങ്ങനെയാണ്? മെയിലിനാണ് അധികം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് കൗണ്ട് പ്ലോട്ട് ആണ്. സോ കൗണ്ട് പ്ലോട്ട് എന്ന് പറയുന്നതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു. അതുപോലെ എക്സിൽ എന്താണ് മെൻഷൻ ചെയ്തത്? സെക്സ്, അതായത് ജെൻഡർ ബേസ്ഡ് ആയിട്ടാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജെൻഡർ ബേസ്ഡ് ചെയ്യുന്ന സമയത്ത് മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്. അതായത് കൗണ്ട് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കൗണ്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എത്ര എണ്ണം ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ജെൻഡർ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ മെയിൽ എത്ര, ഫീമെയിൽ എത്ര, എങ്ങനെ നോക്കിയാലും ഇവിടെ മെയിലാണ് കൂടുതൽ. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഏതാണ് വരുന്നത്? മെയിലാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോക്സ് പ്ലോട്ട് ആണ്. അപ്പോൾ ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടെ എക്സും വൈയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡേ എന്ന് പറയുന്ന എക്സിൽ കൊടുക്കുന്നു, വൈയിൽ ടോട്ടൽ ബില്ല് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നുണ്ട്. അതുപോലെ യു എന്ന് പറയുന്നത് ഇത് സെക്സ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്ലൂ കളറിൽ മെയിലും ഓറഞ്ച് കളറിൽ ഫീമെയിലും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന രീതിയിൽ ഓരോ ദിവസം എങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇത് അവരുടെ ടോട്ടൽ ബില്ല് വരുന്ന റേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ മെയിലിന്റെ ബോക്സ് പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ മിനിമം റേഞ്ച് വരുന്നത്, ഇതിന്റെ മാക്സിമം റേഞ്ച്. ഇതെന്ന് പറയുന്നത് 25%, ഈ മിഡിലുള്ള ലൈൻ 50%, ഇതെന്ന് പറയുന്നത് 75%. അപ്പോൾ ഞാനിവിടെ വരുന്ന വാല്യൂ റേഞ്ച്, അപ്പോൾ തേഴ്സ്ഡേ മെയിൽ മെയിൽ വരുന്ന സമയത്ത് അവിടെ ടോട്ടൽ ബില്ല് വരാനുള്ള ഒരു റേഞ്ച് എത്രയായിരിക്കും? ഇവിടെ 7 to 35 റേഞ്ചിലാണ് ടോട്ടൽ ബില്ല് വരുള്ളൂ ആ തേഴ്സ്ഡേ പറയുന്ന ഒരു ദിവസം. പക്ഷേ അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. അതിന്റെ 25% വാല്യൂ, അതിന്റെ മിഡിൽ വാല്യൂ, മീഡിയൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിന്റെ 75% ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഒപ്പം ഇവിടെ മുകളിൽ ഒരു ഡോട്ട് പോലെ കാണാം, അതായത് ഇത് ഒരുപാട് ഡാറ്റ പോയിന്റ്സ് കൂടി നിൽക്കുന്നത് കാണാം. അതായത് ഞാൻ ഇവിടെ പറയുകയാണ് 7 to 35 റേഞ്ചിലെ അവിടെ ടോട്ടൽ ബില്ല് തേഴ്സ്ഡേ മാത്രമായിട്ട് മെയിലില് സെക്ഷൻ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്തുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, 40 to സംതിങ് വരുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് കാണാം. അതായത് ഞാനിവിടെ പ്രൊഡിക്റ്റ് ചെയ്ത, അതായത് 7 to 35 റേഞ്ചിൽ വരും എന്നുള്ളത് പ്രൊഡിക്റ്റ് ചെയ്തതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് 42 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോയിന്റ്സിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫീമെയിലിനുണ്ട്, അതുപോലെ തന്നെ സാറ്റർഡേ വരുന്ന സമയത്ത് മെയിലും ഫീമെയിലും വരുന്നുണ്ട്, അതുപോലെ സൺഡേ വരുന്ന സമയത്ത് മെയിലിലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ, ഔട്ട്ലയർ ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലോട്ടാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ബോക്സ് പ്ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എക്സ് ആക്സിസ് കൊടുത്തു, വൈ ആക്സിസ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ ഉദ്ദേശിച്ച് ഡാറ്റ സെറ്റ്, ഡാറ്റ ഫ്രെയിം ഏതാണോ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂ എന്ന് പറയുന്നത് സെക്സ് ആണ്, അതായത് സെക്സ് ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് വരുന്ന ഒരു സെക്ഷനാണ് ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നതിൽ ഞാനിവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, matplotlib.pyplot.plt. അതായത് matplotlib പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ plt.figure of ഫിഗറിന്റെ സൈസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആ ഡാറ്റ ഫ്രെയിം .core അതായത് കോറിലേഷൻ മെട്രിക്സിൽ ഞാൻ ഹീറ്റ് മാപ്പിൽ അത് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ഡാറ്റ ഫ്രെയിം ഏതാണ്? crash_df ആണ്. ഈ crash_df പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ ഒരു ഡാറ്റ സെറ്റ്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതിലെല്ലാം ന്യൂമറിക്കൽ കോളംസ് ഉണ്ട്, അതുപോലെ ഒന്ന് ഏതാണ്? ടെക്സ്റ്റ് ഫോർമാറ്റിലാണ്, ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള ഒരു ഡാറ്റയും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിന് ഹീറ്റ് മാപ്പിൽ കാണിക്കുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹീറ്റ് മാപ്പിൽ നമുക്ക് ന്യൂമറിക്കൽ ഫോംസിലുള്ള ഡാറ്റ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഒരു എറർ വന്നത്, could not convert string to float. കാരണം നമുക്ക് സ്ട്രിംഗ് ടൈപ്പിൽ ഒരു കോളം അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോളം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹീറ്റ് മാപ്പിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് ഇതിന് എറർ വരാനുള്ള ചാൻസ്. അതായത് സ്ട്രിംഗ് ടൈപ്പിലുള്ള, ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ അതിലുണ്ടെങ്കിൽ ഒരു കോളമെങ്കിലും ഉണ്ടായാൽ മതി, നമുക്കത് എങ്ങനെ ആ എൻ്റെ ഡാറ്റ സെറ്റ് നമുക്ക് ഹീറ്റ് മാപ്പിൽ കാണിക്കാൻ പറ്റില്ല. വേറൊരു വഴിയുണ്ട്, ജസ്റ്റ് ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്ത് ഇത് മാത്രം ബാക്കിയുള്ള കോളംസ് എടുത്തിട്ട് കാണിക്കാം. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സ്ട്രിങ്ങിലുള്ള ഡാറ്റ അതിൽ ഉണ്ടായിരിക്കരുത്. സ്ട്രിങ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ, ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള ഡാറ്റ അതിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വരുന്ന സെക്ഷനാണ് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ്സിൻ്റെ ഡാറ്റ സെറ്റ് ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കോളംസ് ആണ് ഇയർ, മന്ത്, പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാനിവിടെ കാണിക്കുകയാണ്. ഞാൻ വീണ്ടും ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഡാറ്റ ഫ്രെയിം ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഞാൻ അതിനെ പ്യുവർ ടേബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്യുവർ ടേബിൾ വെച്ച് ചെയ്യുമ്പോൾ അതിൽ ഇൻഡെക്സ് ഏതാണ് കൊടുത്തിട്ടുള്ളത്? ഈ ഇയർ, മന്ത് എന്ന് പറയുന്ന കോളം കൊടുത്തു. കോളംസിൽ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇയർ എന്ന് പറയുന്നത് കൊടുത്തു, വാല്യൂസ് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സ് എന്നും കൊടുത്തു. എന്നിട്ട് ഹീറ്റ് മാപ്പിൽ ഈ ഫ്ലൈറ്റ്സ് പറയുന്ന പ്യുവർ ടേബിൾ വെച്ച് ഫിറ്റ് ചെയ്തത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കളർ മാപ്പ് ബ്ലൂസ് കൊടുക്കുന്നു. ലൈൻ കളർ ഏതാണ്? ഈ വൈറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈൻ വിഡ്ത്ത് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെന്ന് വെച്ചാൽ ഈ പ്യുവർ ടേബിൾ വെച്ചിട്ട് ഫിറ്റ് ചെയ്തപ്പോൾ ആ ഫ്ലൈറ്റ്സ് ഞാൻ റൺ ചെയ്യാണ്. അത് ചെയ്യുന്ന സമയത്ത് എന്താണ്? കറക്റ്റ് ആണ്. അതായത് മന്ത് എന്ന് പറയുന്ന ഇൻഡെക്സ് വന്നു, ഇയർ എന്ന് പറയുന്നത് പ്യുവർ ടേബിളിൽ കോളംസ് ആണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയർ എന്ന് പറയുന്നത് കോളംസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ആ വാല്യൂസ് എന്ന് പറയുന്ന പാസഞ്ചേഴ്സിന്റെ ആ വാല്യൂസും കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതില് ഞാൻ ഹീറ്റ് മാപ്പിൽ പ്ലോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു കളർ മാപ്പിൽ ഇപ്പോൾ 200 മുതൽ 600 ആണ് വരുന്നത്. 200-ൽ പെയിൽ മങ്ങിയ നിറത്തിലാണ് ബ്ലൂ കളർ, ഇതിൽ ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണ്. ഇപ്പോൾ 90-60-ൽ ആ ഡാർക്ക് ബ്ലൂ വരുന്നത് ഏത് മാസത്തിലാണ്? ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ജൂലൈയിലാണ് വരുന്നത്. അതായത് 600 പാസഞ്ചേഴ്സ് ഇത് ട്രാവൽ ചെയ്യുന്ന ആ ഒരു മാസം ഏതാണ് വരുന്നത്? ജൂലൈയിലാണ് വരുന്നത്. പിന്നെ ഏറ്റവും കുറവ് എപ്പോഴാണ്? 1949. ആ ഒരു ടൈമിൽ എന്താണ്? പാസഞ്ചേഴ്സ് കുറവാണ്. അപ്പോൾ എക്കോണമിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ആ സമയത്ത് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കുറവാണ് ഫ്ലൈറ്റ്സിൽ നോക്കുമ്പോൾ. പക്ഷെ 1960 ആകുന്ന സമയത്ത് ജൂലൈ, ഓഗസ്റ്റിലാണ് കൂടുതൽ പാസഞ്ചേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് പെയർ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഡാറ്റ സെറ്റ് ഏതാണ്? ഐറിസിന്റെ ഡാറ്റ സെറ്റ് ആണ്. അപ്പോൾ ആദ്യം ഡാറ്റ സെറ്റിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഐറിസ് എന്ന് പറയുന്ന ഒരു പൂവാണ്. ആ പൂവ് ഏതൊക്കെ സ്പീസീസിലേക്കാണ്? ഐറിസ് എന്ന് പറയുന്ന പൂവ് കുറച്ച് സ്പീസീസ് ഉണ്ട്. ആ സ്പീസീസ് വെച്ചിട്ട് ഇപ്പോൾ അതിന് സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത് എന്ന് പറയുന്ന അതിൽ ഓരോന്നിനും വേരിയേഷൻ വരുമ്പോൾ അത് ഓരോ സ്പീസീസിലേക്കാണ് ബിലോങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് പെയർ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തു, ലോഡ് അണ്ടർസ്കോർ ഡാറ്റ സെറ്റോ ഐറിസ് എന്ന് കൊടുത്തു. അതുപോലെ പെയർ ഗ്രിഡിൽ ഐറിസ് എന്ന് കൊടുത്തു. അതായത് ഈ ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുത്തു. ക്യൂ പറയുന്ന സ്പീസീസ് ആണ്. സ്പീസീസ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാറ്റഗറി, അതായത് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്കാറ്റർ വെച്ചിട്ടാണ്, സ്കാറ്റർ പ്ലോട്ട് ആണ് മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു തവണ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്തു, എന്നിട്ട് പെയർ ഗ്രിഡിൽ ഇവിടെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഓരോന്നും ഇപ്പോൾ ഈ ഒരു കളറിൽ ഇപ്പോൾ ബ്ലൂ കളർ, ഓറഞ്ച് കളർ, ഗ്രീൻ കളറിൽ കാണാം. ഇതെല്ലാം വ്യത്യസ്ത സ്പീസീസ് ആണ്. അപ്പോൾ ആ ഒരു 0 to 6 എന്ന് പറയുന്ന സെപ്പൽ ലെങ്ത്തിൽ വരുമ്പോൾ, പെറ്റൽ വിഡ്ത്ത് 0 to 1 പറയുമ്പോൾ അതൊരു കാറ്റഗറിയിൽ വരും. അതുപോലെ തന്നെ സെപ്പൽ വിഡ്ത്ത് എടുക്കുകയാണെങ്കിൽ 3 to 4-ൽ വരുന്ന സമയത്ത്, അതുപോലെ പെറ്റൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 1-ന് കുറച്ച് താഴെയായിട്ട് വരുന്ന സമയത്ത് അത് ഏത് ഇതിലാണ് ബിലോങ് ചെയ്യുന്നത് എന്ന രീതിയിൽ നമുക്ക് ഇതിൽ നിന്നും സ്റ്റഡി ചെയ്യാം. അതായത് ഓരോ കോളംസും തമ്മിൽ നമ്മളിവിടെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട്സ് ആണ്. സീബോണിൽ, അതായത് ഡിസ്റ്റ് പ്ലോട്ട് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്തു. അതിൽ നമ്മൾ ആ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുത്തു, ആ കോളം നെയിം മെൻഷൻ ചെയ്തു. എന്നിട്ട് KDE ട്രൂ, ബിൻസ് എന്ന് പറയുന്ന 10 എന്ന് കൊടുത്തു. ജോയിൻ പ്ലോട്ടിൽ ജോയിൻ പ്ലോട്ട് എന്ന് ഉദ്ദേശിച്ച ഹിസ്റ്റോഗ്രാം സ്കാറ്റർ പ്ലോട്ട് കൂടി ജോയിൻ ചെയ്തതാണ്. അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും സ്പെസിഫൈ ചെയ്തു. ഡാറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു. കൈൻഡ് റിഗ്രഷൻ ആണെങ്കിൽ ആ റിഗ്രഷൻ ലൈൻ വെച്ച് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ KDE പ്ലോട്ട് പറഞ്ഞാൽ കെർണൽ ഡെൻസിറ്റി എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കോളത്തിന്റെ എങ്ങനെയാണ് അതിന്റെ ഡെൻസിറ്റി
ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കി. അതുപോലെ പെയർ പ്ലോട്ട് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടിലാണ്. പിന്നെ വരുന്ന സെക്ഷനിലാണ് കാറ്റഗറിക്കൽ പ്ലോട്ട്സ്. അതിൽ വരുന്നതാണ് ബാർ പ്ലോട്ട്, അതുപോലെ തന്നെ കൗണ്ട് പ്ലോട്ട്, എത്ര എണ്ണം ഉണ്ട്, ബോക്സ് പ്ലോട്ട്, അതുപോലെ തന്നെ ഹീറ്റ് മാപ്പ് വരുന്നുണ്ട്, അതുപോലെ വരുന്നതാണ് പാരഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സീബോണിൽ നമ്മൾ നോക്കേണ്ടത്. സോ ഇത് മാത്രമല്ല, ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടി കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.